നോക്കൂ, അത് ATM പൊളിച്ചിട്ട് ശോഭാ സുരേന്ദ്രൻ പണമുണ്ടാക്കിയതല്ല. ഇന്ന് ഇത് നിങ്ങൾ പൂർണ്ണമായിട്ട് സംപ്രേഷണം ചെയ്യണം. ഈ ചോദ്യം ചോദിച്ചതുകൊണ്ട് എൻ്റെ അമ്മ ക്ലാസ് മുറി കാണാത്ത, എഴുത്തും വായനയും ഇല്ലാത്ത കല്യാണി എന്ന് പേരുള്ള 94 വയസ്സുള്ള ഒരു കൂലിപ്പണിക്കാരിയാണ്. ആ കൂലിപ്പണിക്കാരിയുടെ മകളായിട്ടുള്ള ശോഭാ സുരേന്ദ്രന് ഡിഗ്രി വരെ മാത്രമേ പഠിക്കാൻ സാധിച്ചുള്ളൂ. എനിക്ക് എന്നും 3 നേരം ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്ത ഒരു ഭക്ഷണത്തിന് ആ സമയത്ത് ആഗ്രഹമുള്ള, കൊതിയുള്ള ഒരു സ്ത്രീയായിരുന്നു ശോഭയുടെ ബാല്യവും കൗമാരവും. എന്നാൽ അതിനുശേഷം എനിക്ക് 2 കുട്ടികളുണ്ടായി. ആ 2 കുട്ടികളിൽ ഒരാൾ ഇന്ന് ഇന്ത്യയിലെ ശശി തരൂരിന് ശേഷം പബ്ലിക് പോളിസിക്ക് 3 വലിയ ലോകോത്തര യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യുകയും ഒരു കാലിഫോർണിയ ബർക്ക്ലിയിലെ ആ പഠനവും കഴിയുകയും ജർമ്മനിയിലെ സയൻറ്റിസ്റ്റ് എന്നുള്ള രൂപത്തിൽ അവിടെയും ജോലി ചെയ്യുകയും അതിനുശേഷം അമേരിക്കയിലെ ലോകത്തെ ഏറ്റവും വലിയ ഒരു കമ്പനിയുടെ തലപ്പത്ത് ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അവൻ്റെ ഒരു വർഷത്തെ സാലറി പോലും ആയിട്ടില്ല. ശോഭാ സുരേന്ദ്രൻ്റെ മകന് കോടികൾ ശമ്പളം കിട്ടുന്ന ജോലി ചെയ്യാൻ പാടില്ല എന്നില്ലല്ലോ. ഞാൻ കൂലിപ്പണിക്കാരിയായിട്ട് എല്ലാ കാലത്തും കിടക്കണം എന്നുണ്ടോ? 3 സ്ഥാനാർത്ഥികളും ആയതോടുകൂടി പാലക്കാട് മണ്ഡലത്തിൽ വലിയ തോതിലുള്ള പ്രചാരണം നടക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ BJP സ്ഥാനാർത്ഥിയാണ് എന്നോടൊപ്പം ഉള്ളത്. ഇപ്പോൾ 3 സ്ഥാനാർത്ഥികളുമായി ചിത്രം വ്യക്തമായി. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ നല്ലവരായിട്ടുള്ള കോൺഗ്രസ്സുകാരും നല്ല എക്സ്പീരിയൻസ് മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള സഖാക്കളും ഉൾപ്പെടെ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെയും BJPയുടെയും ആളുകളും പാലക്കാടിലെ ജനങ്ങളും ചേർന്ന് വലിയ ഭൂരിപക്ഷത്തിൽ അവരുടെ ശോഭയെ വിജയിപ്പിക്കുമെന്നുള്ള വലിയ കോൺഫിഡൻസ് ആണ് എനിക്ക് മണ്ഡലത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർ ആഗ്രഹിക്കുന്നത് വികസനമാണ്. 47 വർഷം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് കോൺഗ്രസ് ആണ്. അപ്പം 47 വർഷം കോൺഗ്രസ്സിന് ഇവിടെ വികസനം എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ 20 വർഷത്തിലധികം മാർക്സിസ്റ്റ് പാർട്ടി ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. 2 കൂട്ടർക്കും സമയം കൊടുത്തു. ഒരു പൂർണ്ണമായിട്ടുള്ള മനുഷ്യായുസ് പോലെ പാലക്കാടിനെ കൊടുത്തിട്ടും പാലക്കാട് ഇന്നും ഒന്നുമില്ല എന്നുള്ളതാണ്. മാത്തൂരിലും കണ്ണാടിയിലും പിരായിരിലും ഒക്കെ കർഷകർ ഇന്നും കരയുകയാണ്. അവർ കൊടുത്ത നെല്ലിൻ്റെ പണം കിട്ടാൻ വേണ്ടി അവർ കരയുന്നു. അവരുടെ നെല്ല് വാങ്ങാൻ വേണ്ടി അവർ കരയുന്നു. അതായത് അത്യധ്വാനം ചെയ്ത് ഒരു ഉൽപ്പന്നമുണ്ടാക്കിയാൽ ആ ഉൽപ്പന്നത്തെ വിറ്റഴിച്ച് പണം കൊടുക്കാൻ സാധിക്കാത്ത ഒരു ഗവൺമെൻറ്റിനെതിരായിട്ടാണ് ഇവിടെ ചർച്ച ഉയർന്നു വരുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള വിത്തും വളവും വൈദ്യുതിയും കൊടുക്കാൻ മറ്റു സംസ്ഥാനങ്ങളുടെ മോഡലിൽ ഇവിടെ ഒരു ക്രിയാത്മകമായിട്ടുള്ള നയസമീപനം രൂപീകരിക്കാൻ സാധിക്കാത്ത ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനരോഷം കർഷകരുടെ ഭാഗത്ത് നിന്ന് ഇവിടെ ഉയരും. അത് തീർച്ചയായിട്ടും BJPക്ക് അനുകൂലമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവർ ആഗ്രഹിക്കുന്നു ശോഭാ സുരേന്ദ്രൻ പോകേണ്ടത് പാലക്കാടിൻ്റെ മാത്രം ആവശ്യമല്ല, കേരളത്തിലാകമാനമുള്ള കർഷകർക്ക് വേണ്ടി വിഷയങ്ങൾ കേന്ദ്രമന്ത്രിയുടെ മുന്നിൽ എത്രയോ തവണ അവതരിപ്പിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് കേന്ദ്രമന്ത്രി കേരളത്തിൻ്റെ കാർഷിക വകുപ്പ് മന്ത്രിയോട് ഒരു പ്രൊജക്റ്റ് കൊടുക്കാൻ പറഞ്ഞിട്ട് അതുപോലും കൊടുക്കാത്ത ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള വികാരം ഇവിടെ അലയടിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്നും പ്രതിപക്ഷ നേതാവ് CPM-ഉം BJPയും തമ്മിലുള്ള ഡീലാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. അതായത് LDFിൻ്റെ സ്ഥാനാർത്ഥി വളരെ ദുർബലനായ സ്ഥാനാർത്ഥിയാണ്. CPM-ന് ലഭിക്കേണ്ട പല വോട്ടുകളും BJPയിലേക്ക് പോവുകയും ന്യൂനപക്ഷ വോട്ടുകൾ സ്പ്ലിറ്റായി പോവുകയും ചെയ്യും. അങ്ങനെ ശോഭയുടെ വിജയം എളുപ്പത്തിലാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത്ര കാലവും ശ്രീമാൻ VD സതീശൻ്റെ കോൺഗ്രസ് പാർട്ടിയും പിണറായി വിജയൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഈ നിലയ്ക്ക് ഡീലുണ്ടാക്കിയിട്ടാണോ അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്? കേരളത്തിലെ മുസ്ലിം ജനസാമാന്യം എവിടെ വോട്ട് ചെയ്യണമെന്നുള്ളത് ഡീല് വെച്ചുകൊണ്ട് VD സതീശനും പിണറായി വിജയനും ഒരുമിച്ചിരുന്ന് രഹസ്യമായി ചിന്തിക്കുകയായിരുന്നു, ചർച്ച ചെയ്യുകയായിരുന്നു കേരളത്തിൽ. അതല്ലേ അതിനർത്ഥം? ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ശ്രീമാൻ VD സതീശന് ഒരു കാര്യം മനസ്സിലായി. VD സതീശൻ ഭാവി കേരളത്തിൽ ഒരു വലിയ പോസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ നൂലിൽ കെട്ടി ശ്രീമാൻ KC വേണുഗോപാലിനെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചരടെല്ലാം തന്നെ പട്ടം പൊട്ടിയ പോലെയായിപ്പോയി. അപ്പോൾ പൊട്ടിയ പട്ടത്തിൻ്റെ കയ്യിലെ ആ നൂല് മാത്രം, ഒരു ഭാഗം നൂല് മാത്രമാണ് ശ്രീമാൻ VD സതീശൻ്റെ കയ്യിലുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടത്? ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവ് ചർച്ച ചെയ്യേണ്ടിയിരുന്നത് എന്തെല്ലാം കോടിക്കണക്കിന് രൂപ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലേക്ക് കൊടുത്തു, ഓരോ വകുപ്പുകളിലൂടെയും അത് ദുർവ്യയം ചെയ്തതിൻ്റെ കാര്യം കേരളത്തിൽ ചർച്ച ചെയ്യണ്ടേ? ഇവിടുത്തെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി കൊടുത്ത പണത്തെക്കുറിച്ച് പറയണ്ടേ? ഇവിടുത്തെ കാർഷിക മേഖലയ്ക്ക് വേണ്ടി ചെലവഴിച്ച പൈസയെക്കുറിച്ച് പറയണ്ടേ? മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സ്റ്റാൻഡപ്പ് ഇന്ത്യയും മേക്ക് ഇൻ ഇന്ത്യയും ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുമ്പോൾ കേരളം മുരടിച്ചു
നിൽക്കുന്നതിനെക്കുറിച്ച്, മുരടിപ്പുമായി നിൽക്കുന്നതിനെക്കുറിച്ചല്ലേ ചർച്ച ചെയ്യേണ്ടത്? പകരം ശ്രീമാൻ കെ സി വേണുഗോപാൽ പിണറായി വിജയൻ്റെ ജനദ്രോഹ നയം ചർച്ച ചെയ്യേണ്ടതിന് പകരം ഈ പാലക്കാടുമേ കയറി പിടിച്ചിരിക്കുന്നത് എന്താണ്? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു കാര്യം മനസ്സിലായി, പാലക്കാട് എന്തായാലും BJPയുടെ സ്ഥാനാർത്ഥി വിജയിക്കും. അത് ഭൂരിപക്ഷം എത്രയുണ്ട് എന്നുള്ള കാര്യത്തിൽ മാത്രമേ വി ഡി സതീശന് സംശയമുള്ളൂ. ആ സംശയം മാത്രമേ ഇപ്പോൾ വി ഡി സതീശൻ്റെ കയ്യിലുള്ളൂ. ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ഈ നിൽക്കുന്നതിൽ BJPക്കാർ മാത്രമല്ല, ഈ നിൽക്കുന്ന ആളുകൾക്കിടയിൽ കോൺഗ്രസിൻ്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും CPIയുടെയും ആളുകളുണ്ട്. ഈ നിൽക്കുന്ന ആളുകൾക്കിടയിൽ ഒരിക്കൽ പോലും രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടികളിൽ വരാത്ത ആളുകളുണ്ട്. എന്തുകൊണ്ട് അവർ വന്നു? അവർ വരാൻ കാരണം ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് ഒരു വലിയ സുവർണ കോറിഡോറായി നമ്മുടെ പാലക്കാടിനെയും നമ്മുടെ കോയമ്പത്തൂരിനെയും ഏകീകരിക്കുമ്പോൾ, വലിയ വലിയ റോഡുകളുടെ വികസനം ഉണ്ടാകുമ്പോൾ, IT പാർക്കുകൾ വരുമ്പോൾ, ഇവിടുത്തെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോക്കിംഗ് സെൻറ്ററുകൾ ഉണ്ടാകുമ്പോൾ, മാർക്കറ്റ് ഇൻ്റർവെൻഷൻ സ്കീമിന് വേണ്ടിയിട്ട് പണം നിക്ഷേപിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഹബ്ബായിട്ട് പാലക്കാട് മാറണം എന്ന ആഗ്രഹമുള്ള, ഈ കാര്യങ്ങൾ നിയമസഭയിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകണം എന്ന് ആഗ്രഹമുള്ള ഒരു സ്ത്രീയോടൊപ്പം അവർ അവരുടെ മനസ്സ് വെച്ചപ്പോൾ അവിടെ ദുഷ്ടലാക്കോട് കൂടിയിട്ട് തന്ത്രപൂർവം ത്രികോണ മത്സരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രം ശ്രീമാൻ വി ഡി സതീശൻ നടത്തുന്ന ഈ കളിയൊക്കെ മനസ്സിലാക്കാൻ പ്രബുദ്ധരാണ് പാലക്കാടിലെ ജനത. അതുകൊണ്ട് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാർ, ഇവിടുത്തെ വികസനം ആഗ്രഹിക്കുന്നവർ, ഇവിടുത്തെ എന്താ മുസ്ലിം സുഹൃത്തുക്കൾക്ക് ഇത്ര പ്രത്യേകത? എന്താ മുസ്ലിം സുഹൃത്തുക്കൾക്ക് പ്രത്യേകത? മുസ്ലിം സുഹൃത്തുക്കളോട് അവർക്കറിയില്ല എന്നെ ഏതെങ്കിലും ഞാൻ ആരാണ് എന്നുള്ളത് അറിയുന്ന മുസ്ലിം സുഹൃത്തുക്കൾ കേരളത്തിലില്ലേ? ഞാനിവിടെ കുറേ കുട്ടികളെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുത്തപ്പോൾ ഞാൻ എടുത്ത കുട്ടികളിൽ മുഴുവൻ ഹിന്ദു കുട്ടികൾ മാത്രമാണ്. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളിൽ മുസ്ലിം പെൺകുട്ടികളില്ലേ? ഞാൻ വളർത്തിക്കൊണ്ടുവന്ന വക്കീലന്മാരും ഡോക്ടർമാരും ആക്കിയിട്ടുള്ള മുസ്ലിം ചെറുപ്പക്കാരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണമോ? തെരഞ്ഞെടുപ്പ് സമയത്ത് അത് ചെയ്യുന്നത് മൗഢ്യമാണ് എന്നുള്ളത് കൊണ്ടും തെറ്റാണ് എന്നുള്ളത് കൊണ്ടും ഈ പോളിംഗ് കഴിഞ്ഞാൽ 2 ആഴ്ചക്കകം മാധ്യമപ്രവർത്തകർ വിളിച്ചു ചേർത്തുന്ന സ്ഥലത്തേക്ക് എൻ്റെ മക്കൾ വരും. അതിനകത്ത് മുസ്ലിം കുട്ടികളുണ്ടാകും, മുസ്ലിം പെൺകുട്ടികളുണ്ടാകും. ഇവിടെ ഒരാൾ എനിക്ക് വോട്ട് പിടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, വക്കീലാണ്, മുസ്ലിം ചെറുപ്പക്കാരനാണ്. അവൻ എങ്ങനെ വന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവൻ പറയും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഐഡിയോളജി എന്താണ്? ഭാവാത്മക മതേതരത്വമാണ്. ആ ഭാവാത്മക മതേതരത്വത്തിൽ ഊന്നി നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഭാരതീയ ഹിന്ദു പാർട്ടിയല്ല ഞങ്ങളുടെ പാർട്ടിയുടെ പേര്. ഞങ്ങളുടെ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ത്രികോണ മത്സരം ഉണ്ടാകാതിരിക്കാനാണ് ശ്രമം എന്ന് പറയുന്നു. അപ്പോൾ അവർ പറയുന്നത് BJPയും UDFും തമ്മിലാണ്, കോൺഗ്രസും തമ്മിലാണ് നേരിട്ടുള്ള പോരാട്ടം എന്നാണ്. നിങ്ങൾ ത്രികോണ മത്സരം തന്നെയാണ് കണക്കാക്കുന്നത്? ത്രികോണ മത്സരം ഉണ്ടാകാതിരിക്കാനോ അല്ലെങ്കിൽ ഇതിനൊന്നും വേണ്ടിയിട്ടല്ലെന്നേ വി ഡി സതീശൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ശ്രീമാൻ വി ഡി സതീശൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാള കയറിയ പിഞ്ഞാണക്കട പോലെ കോൺഗ്രസിനെ നശിപ്പിക്കുക. അപ്പോൾ കോൺഗ്രസിനെ നശിപ്പിക്കാനുള്ള ടൂൾ അത് എറിയുന്നത് വേറെ വഴിക്കാണ്. ശോഭാ സുരൻ്റെ നെഞ്ചത്തേക്ക് വരുത്തിയതായി എറിഞ്ഞതായി കാണിച്ചുകൊണ്ട് ഒരമ്പ് യഥാർത്ഥത്തിൽ അയക്കുന്നത് നൂലിൽ കെട്ടി ഇറങ്ങിയ ആൾക്കെതിരായിട്ടാണ്. അത് മനസ്സിലാക്കാൻ മാത്രം വിവേകമുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ, പാലക്കാടിലെയും ജനത. സ്ഥാനാർത്ഥി വന്ന് കഴിഞ്ഞിരിക്കുന്ന അവരുടെ ഒരു സ്ഥാനാർത്ഥിത്വം എങ്ങനെയാണ് കാണുന്നത്? അല്ല, LDF സ്ഥാനാർത്ഥിയെ നിർത്തി, പക്ഷേ UDFും സ്ഥാനാർത്ഥിയെ നിർത്തി. എന്തായാലും ഒരു ദിവസം പോലും കേരളത്തിലെ പൊതുമണ്ഡലത്തിലെ കർഷകന് വേണ്ടിയിട്ടോ ഇവിടുത്തെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടോ ഇവിടുത്തെ കച്ചവടക്കാർക്ക് വേണ്ടിയിട്ടോ ഒരാൾക്ക് വേണ്ടിയിട്ടും പൊതുസമൂഹത്തിന് മുന്നിൽ സ്വന്തം ജീവിതത്തിലെ 2 മണിക്കൂർ മാറ്റിവെച്ച് പ്രവർത്തിച്ചവരല്ലല്ലോ ഇവർ രണ്ടുപേരും. അപ്പോൾ ഇവിടെ ആരാ വേണ്ടത്? കഴിഞ്ഞ 30 വർഷമായിട്ട് പൊതുമേഖലയിൽ നിൽക്കുന്ന ഇവിടുത്തെ തന്നെ ഒരമ്മ 2 പെൺകുട്ടികൾ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെട്ടപ്പോൾ ആ അമ്മ തലമുണ്ടനം ചെയ്തപ്പോൾ ആ അമ്മയ്ക്കരികിലേക്ക് ഓടിയെത്തിയത് ശോഭാ സുരേന്ദ്രനാണ്. ഇവർ രണ്ടുപേരെയും നമ്മൾ എവിടെയും കണ്ടില്ലല്ലോ. ഇവിടെ കേരളത്തിൽ എത്രയോ സമരങ്ങളുണ്ടായി, കർഷക സമരങ്ങൾ, ഇവരാരെയും നമ്മൾ കണ്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ ആരാ യഥാർത്ഥത്തിൽ തീരുമാനമെടുക്കേണ്ടത്? കോൺഗ്രസ്സിൽ എത്രയോ പരിണിതപ്രജ്ഞരായിട്ടുള്ള നേതാക്കന്മാരുള്ള പാലക്കാടിൽ അവർ അവരുടെ ഒരു വലിയ നേതാവിനെ നിർത്താത്തതിൻ്റെ ഉത്തരം പറയേണ്ടത് ഞാനാണോ? അല്ലല്ലോ. ഇപ്പം ധർമ്മടത്ത് ശ്രീമാൻ പിണറായി വിജയൻ മത്സരിക്കുന്നുണ്ട്. ആരെയാ അവിടെ നിർത്തിയിരിക്കുന്നത്? ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ അധികം ആരും അറിയപ്പെടാത്ത ഒരു ചെറുപ്പക്കാരനെയല്ലേ. അപ്പോൾ രാഷ്ട്രീയം പറയലായിരുന്നു ശ്രീമാൻ വി ഡി സതീശൻ്റെ ലക്ഷ്യമെങ്കിൽ, രാഷ്ട്രീയ പോരാട്ടമായിരുന്നു ശ്രീമാൻ വി ഡി സതീശൻ്റെ ലക്ഷ്യമെങ്കിൽ, ഗടാഗടിയന്മാരായിട്ടുള്ള നേതാക്കന്മാരിൽ നിന്ന് ഒരാളെയല്ലേ ശ്രീമാൻ പിണറായി വിജയനെതിരെ നിർത്തേണ്ടത്? അപ്പോൾ ഡീൽ ആര് തമ്മിലാണ്? ഈ ഡീലിനെ കുറിച്ച് പറയുമ്പോഴേ ഈ 2020ക്കും ഒക്കെ നിരവധി സീറ്റുകൾ നൽകി, അതും BJPക്ക് സാധ്യത ഉണ്ടായിരുന്ന പല സീറ്റുകളുമാണ് നൽകിയത്. അതോടുകൂടി NDAക്കുള്ളൊരു വിജയ സാധ്യത തന്നെ ഇല്ലാതായി എന്നൊരു വിമർശനം കൂടി ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലടക്കം. ഞങ്ങൾ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് എത്ര സീറ്റ് ഘടകകക്ഷികൾക്ക് കൊടുക്കും എന്ന കാര്യത്തിൽ മാത്രമേ ചർച്ചയും അഭിപ്രായവുമുള്ളൂ.
ഏതൊരു അഖിലേന്ത്യാ രാഷ്ട്രീയ പാർട്ടിക്കും അത് ചെയ്യേണ്ട കർത്തവ്യമാണ്. അപ്പോൾ ഞങ്ങൾ BDJSന് സീറ്റുകൾ കൊടുത്താൽ BDJS ആണ് തീരുമാനിക്കുന്നത്. 2020 കൊടുത്താൽ 2020 ആണ് തീരുമാനിക്കുന്നത്. അവരുടെ പാർട്ടിയുടെ നയം എന്താണ്, ആ നയം അവർ മാധ്യമപ്രവർത്തകരോട് വിശദീകരിക്കും. BJPയുടെ നയം എന്താണ് എന്നുള്ളത് വിശദീകരിക്കേണ്ട ബാധ്യതയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ പാലക്കാടിലെ സ്ഥാനാർത്ഥിക്കുള്ള ദൗത്യം. ആ ദൗത്യത്തിന് മുകളിൽ നിങ്ങൾ ഒരു ഉത്തരം എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ ചന്ദ്രശേഖർജി അതിന് മറുപടി പറയും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ താങ്കൾ ഈ സാധാരണക്കാരിയായ ശോഭയെ നിയമസഭയിലേക്ക് അയക്കണമെന്നാണ് പറയാം. നാമനിർദ്ദേശ പത്രിക വന്നപ്പോൾ കോടിപതിയാണതിൽ. നോക്കൂ, അത് ATM പൊളിച്ചിട്ട് ശോഭാ സുരേന്ദ്രൻ പണമുണ്ടാക്കിയതല്ല. ഇന്ന് ഇത് നിങ്ങൾ പൂർണ്ണമായിട്ട് സംപ്രേഷണം ചെയ്യണം. ഈ ചോദ്യം ചോദിച്ചതുകൊണ്ട് എൻ്റെ അമ്മ ക്ലാസ് മുറി കാണാത്ത, എഴുത്തും വായനയും ഇല്ലാത്ത കല്യാണി എന്ന് പേരുള്ള 94 വയസ്സുള്ള ഒരു കൂലിപ്പണിക്കാരിയാണ്. ആ കൂലിപ്പണിക്കാരിയുടെ മകളായിട്ടുള്ള ശോഭാ സുരേന്ദ്രന് ഡിഗ്രി വരെ മാത്രമേ പഠിക്കാൻ സാധിച്ചുള്ളൂ. എനിക്ക് എന്നും 3 നേരം ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്ത ഒരു ഭക്ഷണത്തിന് ആ സമയത്ത് ആഗ്രഹമുള്ള, കൊതിയുള്ള ഒരു സ്ത്രീയായിരുന്നു ശോഭയുടെ ബാല്യവും കൗമാരവും. എന്നാൽ അതിനുശേഷം എനിക്ക് 2 കുട്ടികളുണ്ടായി. ആ 2 കുട്ടികളിൽ ഒരാൾ ഇന്ന് ഇന്ത്യയിലെ ശശി തരൂരിന് ശേഷം പബ്ലിക് പോളിസിക്ക് 3 വലിയ ലോകോത്തര യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യുകയും ഒരു കാലിഫോർണിയ ബർക്ക്ലിയിലെ ആ പഠനവും കഴിയുകയും ജർമ്മനിയിലെ സയൻറ്റിസ്റ്റ് എന്നുള്ള രൂപത്തിൽ അവിടെയും ജോലി ചെയ്യുകയും അതിനുശേഷം അമേരിക്കയിലെ ലോകത്തെ ഏറ്റവും വലിയ ഒരു കമ്പനിയുടെ തലപ്പത്ത് ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അവൻ്റെ ഒരു വർഷത്തെ സാലറി പോലും ആയിട്ടില്ല. ശോഭാ സുരേന്ദ്രൻ്റെ മകന് കോടികൾ ശമ്പളം കിട്ടുന്ന ജോലി ചെയ്യാൻ പാടില്ല എന്നില്ലല്ലോ. ഞാൻ കൂലിപ്പണിക്കാരിയായിട്ട് എല്ലാ കാലത്തും കിടക്കണം എന്നുണ്ടോ? ഞാൻ കൂലിപ്പണിക്കാരിയുടെ മകളാണ്, ഞാനും കർഷക സ്ത്രീയാണ്. പക്ഷേ എൻ്റെ മകൻ ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട്, കേരളത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് ലോകത്തെ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാരിൽ, അതായത് അവൻ വളരെ വലിയൊരാളാണ് എന്ന് പറയുന്നത് തന്നെ മൗഢ്യമാണ്, പറയാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നു, ആ ഒരു മകൻ മാത്രമല്ല എനിക്കുള്ളത്, നിങ്ങൾ കാണാത്ത ഒരുപാട് മക്കളുണ്ട്. ഹരിയാനയിൽ നിന്ന് ഒരുത്തം വന്നിട്ടുണ്ട്. അവനെ ഞാനാണ് പഠിപ്പിച്ചത്, ഞാനാണ് വളർത്തിയത്. അവൻ അമ്മയും അച്ഛനുമില്ല. അവൻ MBBS കഴിഞ്ഞു, MDക്ക് ഇപ്പോൾ പഠിക്കുകയാണ്. എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന എൻ്റെ സ്വന്തം ചേച്ചി പോലുള്ള ഈ 25 കൊല്ലം മുനിസിപ്പാലിറ്റിയുടെ മെമ്പറായിട്ടുള്ള ശ്രീമതി പ്രമിള ശശിധരനോട് ചോദിക്കുക, ഓരോ ദിവസവും രാവിലെ എൻ്റെ കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങാനും 10-62 ഫോൺ കോളുകൾ വരാനും ഇതൊക്കെ എങ്ങനെയാണ് ശോഭ കൈകാര്യം ചെയ്യുന്നതെന്ന് ചോദിക്കാനും ഇവിടെ ഇരിക്കുകയല്ലേ, ചോദിക്കൂ. അപ്പോൾ ഞാനിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പൊതുപ്രവർത്തകയായിട്ട് മാത്രമല്ല, ഞാൻ പലരുടെയും അമ്മയാണ്. കേരളത്തിലെ പാലക്കാടിലെ മുഴുവൻ കുട്ടികളുടെയും അമ്മയായിട്ട് ഞാൻ മാറും. എൻ്റെ MLA ഓഫീസ് എന്ന് പറയുന്നത് ഓരോ ഓഫീസായിരിക്കില്ല, 4 ഓഫീസായിരിക്കും. ഒന്ന് പിരായിരിയിൽ, ഒന്ന് കണ്ണാടിയിൽ, ഒന്ന് മാത്തൂരിൽ, ഒന്ന് മുനിസിപ്പാലിറ്റിയിൽ. ഈ 4 MLA ഓഫീസിലും എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഫുൾ ടൈം തയ്യാറാണ് എന്ന് പറഞ്ഞ് കടന്നു വന്നിട്ടുള്ളത് ISROയിലെ റിട്ടയർമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പേര് മിസ്റ്റർ ശ്യാം കുമാർ എന്നാണ്. അങ്ങനെ എത്രയോ ആളുകൾ സേവനത്തിന് വേണ്ടി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ആസ്തി എന്ന് പറയുന്നത് ഒരു വീടിനെയും സ്ഥലത്തെയും ഒക്കെ കാണുമ്പോൾ മകൻ ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും, എന്താണ്, എൻ്റെ അമ്മ വലിയ നല്ല സൗകര്യത്തോടുകൂടി ജീവിക്കട്ടെ എന്ന് ആഗ്രഹിച്ചാൽ അത് തെറ്റി പറയാൻ പറ്റുമോ? ഇപ്പോൾ MLA ഓഫീസുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ കഴിഞ്ഞ തവണ മെട്രോമൻ E ശ്രീധരൻ MLAക്ക് ഒരു ഓഫീസ് എടുത്തിരുന്നു. ഇപ്പോൾ അങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പ് ഓഫീസ് എടുക്കൊന്നുമില്ലല്ലോ. എങ്ങനെ? ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുൻപ്, റിസൾട്ട് വരുന്നതിന് മുമ്പ് ഓഫീസ് എടുക്കുമോ? അല്ല, റിസൾട്ട് കഴിഞ്ഞ് MLA ആയി ഇവിടെ നിന്ന് ഷാളിട്ട് സ്വീകരിച്ചുകൊണ്ട് നമ്മളൊരു താമരയും പിടിച്ച് നടന്നു പോകും. 24 മണിക്കൂറിനുള്ളിൽ 4 ഓഫീസുകൾ ഞങ്ങൾ ഓപ്പൺ ചെയ്യും. അതിൻ്റെ ഉദ്ഘാടനം ഓരോ ഓഫീസ് കർഷകന്മാർ ഉദ്ഘാടനം ചെയ്യും, ഓരോ ഓഫീസ് ഇവിടുത്തെ യുവാക്കൾ പന്ത് കളിക്കാർ ഉദ്ഘാടനം ചെയ്യും, ഓരോ ഓഫീസ് ഇവിടുത്തെ അമ്മമാർ ഉദ്ഘാടനം ചെയ്യും, ഓരോ ഓഫീസ് ഞങ്ങളുടെ പാർട്ടി ഘടകത്തിൻ്റെ തീരുമാനമനുസരിച്ച് കൊണ്ടുള്ള മുനിസിപ്പാലിറ്റിയിൽ ഒരു സ്ഥലത്ത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടും. എന്തായാലും കൃത്യമായ ഈ പ്ലാനോട് കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ പോകുന്നത്. ശക്തമായ മത്സരം തന്നെയാണ് ഈ പാലക്കാട് നടക്കുന്നത്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.